വൺ പീസ് അങ്ങനെ അതിൻ്റെ പുതിയൊരു ആർക്ക് തുടങ്ങി കഴിഞ്ഞു, എഗ്ഹെഡ് ആർക്ക്. പക്ഷേ ഓൾറെഡി കഴിഞ്ഞൊരു ആർക്ക് അതിനെപ്പറ്റി പറയാതിരിക്കാൻ വയ്യ, പറയാണ്ടിരുന്ന ഉറക്കം വരില്ല എന്ന് പറയാം. വൺ ഓഫ് ദി ബെസ്റ്റ് ആനിമി ആർക്ക് ഐ ഹാവ് എവർ സീൻ ഇൻ മൈ എൻ്റയർ ലൈഫ്, വാനോ. വൺ പീസ് ആനിമിയുടെ 890 മുതൽ 1089 വരെയുള്ള അറൗണ്ട് ഒരു 200 എപ്പിസോഡ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ ലോങ് ഇറ്റ് ഈസ്, എത്ര ഡീപ്പായിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ഉള്ള ഒരു ആർക്കാണ് വാനോ. ആ ഒരു മൊത്തത്തിലുള്ള ഒരു ആനിമേഷൻ ക്വാളിറ്റി, അതിൻ്റെ ആ ഒരു ആനിമേഷൻ സ്റ്റൈൽ, ഇതിലുള്ളൊക്കെ വ്യത്യാസങ്ങൾ, ഇങ്ങനത്തെ ഒരുപാട് വ്യത്യാസങ്ങൾ ഈ വാനോ എന്ന ആർക്കിനെ കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്. പക്ഷേ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, വാനോ ആർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലാത്തവർ ഈ വീഡിയോ താൽക്കാലികമായി സ്കിപ്പ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടു നോക്കുക. കാരണം ഒരുപാട് സ്പോയിലർ കണ്ടൻറ്റുകൾ വാനോനെ കുറിച്ച് എന്ത് പറഞ്ഞാലും അവിടെയായിട്ട് അറിയാണ്ട് വന്നു പോകും. സോ സ്പോയിലർ ഫ്രീ ആയിട്ട് പറയാൻ പറ്റില്ല. സോ തീർച്ചയായിട്ടും വാനോ കംപ്ലീറ്റ് ആയുള്ളവർ മാത്രം ഈ വീഡിയോ തുടർന്ന് കാണുക. സോ വാനോ നമ്മൾ തുടങ്ങുമ്പോൾ വിചാരിച്ചില്ല ഇങ്ങനെയായിരിക്കും ഇത് എൻ്റെ എന്നുള്ളത്, അല്ലെങ്കിൽ ഇത്ര ലെങ്ത് ഇതെടുക്കുന്നു ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഒരു സാധാരണ മറ്റ് ആർക്കുകളിലൊക്കെ പോകുന്ന പോലെ തന്നെ ഇതിൽ സ്ട്രോ ഹാറ്റ് ഫുള്ളില്ല, ലൂഫി മാത്രമായിട്ട് ഒരു ഐലിൽ വന്ന് പെട്ടുപോകുന്നു. ദെൻ അവിടെ നിന്ന് ആ എത്തുന്ന രീതിയും അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഒരു ചെറിയൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. ആ ഒരു കുട്ടി ആ ഒരു കുട്ടിയിലൂടെ ആയിരിക്കും ഒരു നറേറ്റീവ് പോകുന്നുണ്ടാവുക. ആ ഒരു ലാൻഡ് എന്താണെന്ന് ഈ ഒരു കുട്ടി പറഞ്ഞു തരുന്നു വിചാരിച്ചിരുന്നപ്പോൾ പറഞ്ഞ് ഇത് എങ്ങോട്ടാണ് എഴുതി വെച്ചിരിക്കുന്നതെന്നായി. ഒരു എൻ്റയർ സീരീസിനുള്ളൊരു കഥ തന്നെയുണ്ട് ഈ ഒരു വാനോ എന്നൊരു ആർക്കിൽ തന്നെ. മൊത്തത്തിൽ അത് മാത്രമായിട്ട് ഈ ഒരു വാനോ ഒരു ആർക്ക് മാത്രമായിട്ട് എടുത്തിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊരു സീരീസ് തന്നെ എടുക്കാം. അത്ര റിച്ച് ആയിട്ടുള്ള ഈ ഒരു കുട്ടി പോകുന്നു, നറേഷൻ വരുന്നു, ആ ഒരു ലാൻഡിനെ പറ്റി പറയുന്നു, ആ ഒരു ലാൻഡിൻ്റെ റിച്ച് ഹിസ്റ്ററിയെക്കുറിച്ച് പറയുന്നു. അതിനിടയിൽ കുറച്ച് എനിമീസ് ഇവർ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. സോ അതിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടണം. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ലാൻഡിൻ്റെ റിച്ച് ഹിസ്റ്ററിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവിടെയുള്ള കൈഡോ, ദെൻ അവിടെ ഉണ്ടായിരുന്ന ഓഡൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിൻ്റെ ബിൽഡപ്പ്, ഈ നമ്മുടെ സലാറിൽ കൊടുക്കുന്ന പോലെ ബിൽഡപ്പ് ആയി പോകുന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ ബിൽഡപ്പിനുള്ളത് ഉണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു ക്യാരക്ടർ വന്ന് നിന്ന് അഴിഞ്ഞാടിയ കുറേ എപ്പിസോഡുകൾ. വൺ പീസിൽ മറ്റെല്ലാ ക്യാരക്ടേഴ്സിനെയും സ്ട്രോ ഹാറ്റ്സിനൊക്കെ നമ്മൾ മറന്നേ പോയി എന്നുള്ള രീതിയിൽ ഓഡൻ സാം എന്നൊന്ന് ക്യാരക്ടർ വന്ന് നിന്നപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥ പറഞ്ഞപ്പോൾ ഐ ഡിഡിൻ തിങ്ക് ഇത് ആനിമയുടെ ഫസ്റ്റ് എപ്പിസോഡെന്നല്ല, ഇത് തുടങ്ങുന്നതിന് മുമ്പുള്ള ഹിസ്റ്ററി മുതൽ ഈ ഒരു ക്യാരക്ടർ ഉണ്ട്, അതിലേക്ക് ഈ ഒരു ക്യാരക്ടർ ഇൻവോൾവ് ആയിട്ടുണ്ട്. പൈററ്റ് കിങ്ങുമായിട്ടുള്ള ഈ ഒരു ക്യാരക്ടറിൻ്റെ ബന്ധം, വൈറ്റ് ബിയർഡായിട്ടുള്ള ബന്ധം, അങ്ങനെയുള്ള ഈ ഒരു ക്യാരക്ടർ ട്രാവൽ ചെയ്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ആ ഒരു വാനോയ്ക്ക് വേണ്ടി ഇദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ, ഇതൊക്കെ കൂടി കാണിച്ചു കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ ഫുൾഫില്ലായി. ദെൻ ഇത്രയും വലിയൊരു റിച്ച് ഹിസ്റ്ററി അത് നിലനിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ലൂഫി സംഘവും കൂടി ഇറങ്ങിത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദെൻ നടക്കുന്ന ആ ഒരു റിബല്യൻ, അതും ഒരൊറ്റ നൈറ്റ് നടക്കുന്ന സംഭവമാണ്. ഇപ്പോൾ നമ്മൾ കൈദിയിലൊക്കെ കണ്ട പോലെ എൻ്റെ വിശ്വാസത്തിൽ ഇത് ഒരു വൺ നൈറ്റ് സ്റ്റാൻഡ് സംഭവമായിരുന്നു. ആ ഒരു റിബല്യൻ മുഴുവനായിട്ട് ഒനിഗാഷിമ എന്ന് പറഞ്ഞ ആ ഒരു കൈഡോടെ ആ ഏരിയയിൽ നടക്കുന്ന ആ ഒരു ഇവൻറ്റ്. സോ ആ ഒരൊറ്റ രാത്രിത്തെ കാര്യം ഇവർ കാണിച്ചത് 3-4 വർഷം എടുത്തിട്ടാണ്. അത്രയും ലെങ്ത് എടുത്ത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പല ടെറൈനിൽ പല സ്ഥലത്ത് ഒരേ സമയത്ത് നടക്കുന്ന കുറേ കാര്യങ്ങൾ അതിഗംഭീരമായിട്ട് കാണിച്ചിട്ടുള്ളൊരു ആർക്ക്. സോ ഇങ്ങനെ ഈ പറയുന്ന ഈ ഒരു ചെറിയ കുട്ടിയിൽ നിന്ന് തുടങ്ങി അവസാനം അവർ ആ ലാൻഡിൽ നിന്ന് വിടുന്നത് വരെയുള്ള ആ ഒരു ജേണി, ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ഐ ഹാവ് എവർ സീൻ. വാനോ ആർക്കിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന മറ്റൊരു കാര്യങ്ങളിൽ ഒന്ന് അതിലെ ക്യാരക്ടേഴ്സാണ്. മറ്റ് ആർക്കിലൊക്കെ ക്യാരക്ടർ ഇല്ല എന്നല്ല, പക്ഷെ ഇതിലെ ക്യാരക്ടേഴ്സിനൊക്കെ തന്നെ സൈഡ് കിക്ക് ആണെങ്കിൽ പോലും അവർക്കുള്ള ഇമ്പോർട്ടൻസ് കിഡിലിനായിരുന്നു. കൊസുക്കി ഓഡൻ മുതൽ, ഓഡനെ കുറിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സോ ഓഡൻ അവിടെ നിൽക്കട്ടെ, മൊമനോസ്കി, കൊമാറ, ദെൻ സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന കിനിമോൻ, കാഞ്ചറോ, നീക്കോ, കവമാറ്റ്സു, ഒട്ടാമ, ഷിനോബു തുടങ്ങി ഈ പേരുകളൊക്കെ നമ്മൾ ബൈഹാർട്ടായി. കൂടാതെ കൈഡോടെ ഗ്യാങ്ങിലുള്ള കിങ്, ക്യൂൻ, ജാക്ക്, ഡ്രേക്ക്, ഹോക്കിൻസ്, അപ്പു തുടങ്ങി ഒരുപാട് ഗംഭീര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും. ഈ ഒരു വാനോ ആർക്കിൽ തന്നെ മെയിൻ ആയിട്ട് 2 ഇവന്റ്സ് ആണുള്ളതെന്ന് പറയും. ഒന്ന് ഓഡൻ സാമയുടെ ആ ഒരു എൻ്റയർ ഹിസ്റ്ററിയും, ദെൻ ഈ ഒരു ഫൈറ്റ് നമ്മൾ അവസാനമായിട്ട് പ്രതീക്ഷിക്കുന്ന ആ ഒരു റിബല്യൻ. അപ്പോൾ ഈ 2 സാധനങ്ങളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ എപ്പിസോഡ്സ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ഗംഭീരമായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് പറയും. ഓഡൻ സാമയുടെ ഞാൻ ഈ പറഞ്ഞ പോലെ അതിലെ ഒരു എപ്പിസോഡ് പോലും അല്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും അനാവശ്യമായിട്ട് എനിക്ക് എവിടെയും തോന്നിയില്ല. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ മറന്ന് ഓർഡറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ ഇരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിരുത്തണമെങ്കിൽ ഇത്രയും ഗംഭീരമായിട്ടുള്ള റൈറ്റിംഗ് ആണ് അതിലുള്ളത്. ദെൻ ആ ഓർഡൻ പറയുന്ന ആ ഡയലോഗ്സും അത് മുഴുവൻ ആ ഒരു വാനോ ലാൻഡിനെ മുഴുവനായിട്ട് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ഗ്രേറ്റ് പീസ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയാം. ദെൻ അത് കഴിഞ്ഞ് ഈ ഒരു സെക്കൻഡ് പീസ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ റിബല്യനിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. സോ ഇവർ തമ്മിലുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു റെയ്ഡ് തുടങ്ങുമ്പോൾ തന്നെയുള്ള കാര്യങ്ങളെ ഭയങ്കരധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതിനിടയിൽ ഓൾറെഡി നമുക്കറിയാം കൈഡോ ഉണ്ട്. ഓക്കെ, മിക്കവാറും കൈഡോയും ലൂഫിയും കൂടി ആയിരിക്കും 1-on-1 വരിക. ദെൻ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഈ
സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സൈഡ് കി ക്യാരക്ടേഴ്സ് തമ്മിലുള്ള യുദ്ധങ്ങളായിരിക്കും, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷെ ഇങ്ങനെ നമ്മൾ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഓൾറെഡി കൈഡോ എന്ന് പറഞ്ഞൊരു വലിയൊരു വില്ലൻ ഉണ്ട് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ബിഗ് മൊമെന്റ് വരുന്നത്. അതിനിടയിൽ കൂടെ നമുക്ക് ലോ ഉണ്ട്, കിഡ് ഉണ്ട്, ഇങ്ങനെ ഇതുവരെ ഇല്ലാത്ത എല്ലാവരും വെച്ചിട്ട് ഒരു പക്ക ഇൻഫിനിറ്റി വാർ സെറ്റപ്പായി മാറിയിരുന്നു ആ ഒരു റിബല്യം മുഴുവനായിട്ട്. അതിൽ തന്നെ സോറോയും കിങ്ങും കൂടിയുള്ള ആ ഒരു 1-on-1 കിങ് ഓഫ് ദി ഹെൽ, ഇങ്ങനത്തെ കുറെ ഐക്കോണിക് സാധനങ്ങൾ തന്നു തീർത്തിട്ട് ആർക്കായിരുന്നു വാനോ. സോ ശരിക്കും വൺ പീസിന്റെ വേൾഡ് വെച്ച് നോക്കുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് നടന്ന ഒരു ഇവന്റിനെ ഇത്ര ഗംഭീരമായിട്ട് 3-4 വർഷം കൊണ്ട് കിഡിലിനായിട്ട് നമുക്ക് കാണിച്ചു തന്നിരുന്നു ആനിമയിലൂടെ. ആൻഡ് ഇതിനെല്ലാത്തിനും ഉപരി ഇതിന്റെ ഇടയിലായിരുന്നു ലൂഫിയുടെ ഗിയർ 5. സോ ഇത്തരത്തിലുള്ള ഗംഭീര കുറെ ഐക്കോണിക് മൊമെന്റ്സ് നൽകിക്കൊണ്ടാണ് വാനോ എന്നൊരു ആർക്ക് കംപ്ലീറ്റ് ആയത്. എഹേഡിലേക്ക് വരുന്നുണ്ട്, എഹേഡ് അടിപൊളിയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് വൺ പീസ് ആർക്കുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് എങ്ങനെ പോയാലും വാനോ. പക്ഷെ സ്റ്റിൽ എനിക്ക് മറൈൻ ഫോർഡ് ആണ് ഗംഭീരമായിട്ട്, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ദി ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. വാനോ ഒട്ടും മോശം എന്നല്ല, ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ മറൈൻ ഫോർഡിൽ എനിക്ക് കിട്ടിയ ഒരു ഹൈ മൊമെന്റ് ഉണ്ടല്ലോ, അത് ഇതിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിന് കുറച്ച് ലെങ്ത് എടുത്തിട്ടുണ്ട്. പക്ഷെ അതിലങ്ങനെയല്ല, ഇവർ പോലും ഇല്ലാതെ അത് കാണിച്ചു തന്നത് കൊണ്ടാണ് എനിക്ക് അത്രയധികം ഇഷ്ടമായത്. സോ മറൈൻ ഫോർഡ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ സെക്കൻഡ് ബെസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്ന, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ബെസ്റ്റ് ആർക്ക് എന്ന് ഞാൻ പറയുന്ന ഒന്നായിരിക്കും വാനോ. അത് കഴിഞ്ഞിട്ടായിരിക്കും വീനസ് ലോബിയും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മറ്റു ആർക്കുകളൊക്കെ തന്നെ വരിക. സോ വാനോ ഫോർ മീ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഒരിക്കലും ഞാൻ മറക്കില്ല. വൺ പീസിന് ഇത്രയും ലെങ്ത് ഉണ്ട്, ഇത്ര എപ്പിസോഡുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പലരും മാറ്റി വയ്ക്കുമ്പോഴും ഇതേപോലത്തെ കുറെ ഗംഭീര സാധനങ്ങൾ നിങ്ങൾ മിസ്സാക്കുന്നുണ്ട്. സോ വാനോ ആർക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആയവരാണെങ്കിൽ എന്താണ് വാനോ ആർക്കിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നു, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നുള്ളത് ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.